അന്നത്തെ വീറും വാശിയും ഒക്കെ കെട്ടടങ്ങുകയാണ് മുഹമ്മദ് മുയിസുവിന്. ഇന്ത്യൻ സൈനികരെയും സാങ്കേതിക തൊഴിലാളികളെ പുറത്തിറക്കിയ മുയിസുവിന്റെ സർക്കാർ പറയുന്നു, വരൂ ഇന്ത്യ, ഈ ദ്വീപുകൾ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വികസിപ്പിക്കാം. മാലദ്വീപിലെ 28 ദ്വീപുകളിൽ ജലമലിന ജല ശൃംഖലയുടെ സഹായ പദ്ധതിയായ ലൈൻ ഓഫ് ക്രെഡിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ സാന്നിധ്യത്തിൽ എസ് ജയശങ്കറും മാലദ്വീപ് വിദേശകാര്യമന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്രത്തിന് വീണ്ടും കയ്യടി കിട്ടുകയാണ്. 28 ദ്വീപിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നേതൃത്വം നൽകും. നേരത്തെ ഇവിടെ നിന്നും ഇന്ത്യൻ സൈനികരെയും സാങ്കേതിക തൊഴിലാളികളെയും പുറത്താക്കിയത് മുയിസുവിന്റെ സർക്കാരാണ്. അതേ മുയിസു തന്നെയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളുടെ ഈ നീക്കം ചൈനയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണത്. അന്ന് 3 മന്ത്രിമാർ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച് പോസ്റ്റ് പങ്കുവച്ചു. ഇതോടെയായിരുന്നു സംഘർഷങ്ങൾക്ക് തുടക്കമായത്. മാലദ്വീപ് മന്ത്രിമാരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെ ഒരുപാട് ഇന്ത്യക്കാർ മാലദ്വീപ് യാത്ര റദ്ദാക്കി. അവധി ആഘോഷിക്കാൻ ഇനി മാലദ്വീപിലേക്കില്ല എന്നും വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ പകർപ്പടക്കം പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവയ്ക്കാൻ തുടങ്ങി. ഇതൊരു വലിയ പ്രശ്നമാണ് മാലദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയത്. മാലദ്വീപിന്റെ ടൂറിസം മേഖലയിൽ കനത്ത തിരിച്ചടി ഉണ്ടായി. പിന്നീട് രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഭാഗമാകാൻ മാലദ്വീപ് ഇന്ത്യയിലോട് അഭ്യർത്ഥിക്കേണ്ടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു. ചൈനീസ് അനുഭാവം സ്വീകരിക്കുന്ന പ്രസിഡന്റ് മുഹമ്മദ് മുയിസു മാലദ്വീപ് പ്രസിഡന്റ് ആയതിനു ശേഷം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലദ്വീപ് സന്ദർശനം നടത്തിയത് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ കാരണമായി. ഇത് ചൈനയ്ക്കു മേലുള്ള ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് കണക്കാക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസമാണ് മാലദ്വീപ് സന്ദർശനം അവസാനിപ്പിച്ചത്. അദ്ദേഹം മാലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. കൂടാതെ 6 ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയിൽ അധികമായി 1000 മാലദ്വീപ് സിവിൽ സർവീസ് ജീവനക്കാരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളും മാലദ്വീപിൽ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് അവതരിപ്പിക്കുന്നതിനുള്ള കരാറുകളും കൈമാറ്റം ചെയ്യപ്പെട്ട ധാരണാപത്രങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സ്പീച്ച് തെറാപ്പി, വിദ്യാഭ്യാസം, മാനസിക ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൈ ഇമ്പാക്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളും രണ്ട് രാജ്യങ്ങളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു എന്നാണ് അറിയുന്നത്. മുഹമ്മദ് മുയിസു പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ മുയിസുവിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെ ഇന്ത്യൻ സൈന്യത്തെ പുറത്താക്കും എന്നായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലദ്വീപ് മന്ത്രിമാർ അധിക്ഷേപ പരാമർശം നടത്തിയതോടുകൂടി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി. അതേ മുയിസു തന്നെയാണ് ഇപ്പോൾ ചൈനയെ ഞെട്ടിച്ച് ഇന്ത്യയെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അതേസമയം ജൂലൈ 23 അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 2024-25 സാമ്പത്തിക വർഷത്തിൽ ദ്വീപ് രാഷ്ട്രത്തിലുള്ള സഹായത്തിൽ 48% കുറവുണ്ടായതായിരുന്നു. കഴിഞ്ഞ വർഷം 770 കോടിയാണ് നൽകിയിരുന്നത് എങ്കിൽ അത് ഈ വർഷം 400 കോടി മാത്രമായിരുന്നു. ഈ വിഹിതം 2024 ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിൽ നിർദ്ദേശിച്ചതിനേക്കാൾ 200 കോടി രൂപ കുറവാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.